നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ടെറസാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളി, രക്ഷയില്ല. യോ ഗായ്സ്, അങ്ങനെ നമ്മളിതാ റൂമിൽ തിരിച്ചെത്തി. കണ്ട പുതിയ റൈബൻ ഗ്ലാസ്. പൈസ നോക്കിയില്ല, വെറും 50 രൂപ. കുറച്ച് പണ്ടത്തെ മുട്ടായികളാണ്. അതായത് ഇഞ്ചി മിഠായി, പിന്നെ പണ്ടത്തെ പൈസ മുട്ടായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നെറ്റ്സോളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് കന്യാകുമാരി ട്രിപ്പിന്റെ 2ാമത്തെ ദിവസമാണ്. മസു രാവിലെ എണീറ്റ് സൺറൈസ് ഒക്കെ കണ്ട? ആരും തന്നെ കണ്ടിട്ടില്ല. ആര്യ കണ്ട? ആര്യ എത്ര മണിക്ക് എണീറ്റ്? 7 മണിക്ക്. ഞാൻ 8:30 എണീറ്റപ്പോൾ നന്നായിട്ട് ഉറങ്ങി. ഇന്നലെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴേ എല്ലാവരും ഓഫായി തുടങ്ങി. ബസ്സും ആദ്യം ഉറങ്ങി. പിന്നെ ജാനു 12 മണി കേട്ടാ. ജാനു 12 മണിക്കാണ് ഉറങ്ങിയത്. പിന്നെ ഇന്നലെ നമ്മൾ സൺസെറ്റ് കാണാൻ പോയിട്ട് സണ്ണിനെ പോലും കണ്ടില്ല. എന്നിട്ടാണ് സൺസെറ്റ്. മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ എന്നാലും കാണാനായിട്ട് പറ്റിയില്ല. രാവിലെ നല്ല വെയിലാണ്. നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. ഇപ്പൊ കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ്. ഇന്നലത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്നലത്തെ ഫുഡും അടിപൊളിയായിരുന്നു. രാത്രിയിലത്തെ നമ്മള് ആദ്യം ഞാൻ കാണിച്ചു തന്നില്ല, ആ ഒരു റെസ്റ്റോറൻറ്റിലല്ല പോയത്. നമ്മൾ കുറച്ചും കൂടി മുകളില് ഒരു AR റെസ്റ്റോറന്റ് അല്ലേ, ARP അങ്ങനെ എന്തോ അല്ലേ, APR എന്ന ഒരു റെസ്റ്റോറന്റിലാണ് പോയത്. നല്ല അടിപൊളി ദോശയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാനൊരു പൊടിദോശ കഴിച്ചു. ആര്യ എന്താ കഴിച്ചു? ആര്യ സാധാ ദോശ, വസു മസാല ദോശ കഴിച്ചു. എല്ലാം 3ഉം അടിപൊളിയായിരുന്നു. അവരുടെ സാമ്പാറും അവരുടെ കൂടെ കിട്ടിയ അതിൻ്റെ കൂടെ കിട്ടിയ ചമ്മന്തി എല്ലാം അല്ലേ, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളും ഇവിടെ കന്യാകുമാരി വരുമ്പോൾ ട്രൈ ചെയ്യുക. അതായത് അമ്പലത്തിലോട്ട് നടന്ന ആ ഇറക്കത്തിന്റെ അവിടെ തന്നെയാണ്. ഇറക്കിറങ്ങുമ്പോൾ ഇടതുവശത്തായിട്ട് കേട്ടോ. അപ്പൊ ആരും റെഡിയൊന്നും ആയിട്ടില്ല. ആര്യതാ റെഡിയായി. ആര്യ ഡ്രസ്സ് മാറിയെന്ന് തോന്നുന്നു. ജാനു റെഡിയായി. ജാനു ഡ്രസ്സൊക്കെ മാറി. ഞാൻ റെഡി ആയിട്ടില്ല. ഞാൻ എന്താ മുഖമൊക്കെ കഴുകിയതേ ഉള്ളൂ. പല്ലൊക്കെ തേച്ചു. ഇനി ഒന്ന് കാപ്പി കുടിച്ചിട്ട് വന്നിട്ട് കുളിച്ച് റെഡിയായി നമ്മൾ ഇവിടെ നിന്ന് വിടാൻ പോവുകയാണ്. കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്യണം. എന്താ ജാനുവിന് നിക്കറൊക്കെ തീർന്നു പോയി. അപ്പൊ നമ്മൾ കുറച്ച് നിക്കറൊക്കെ മേടിക്കണം. പിന്നെ ഇവിടെ പഴയകാല മുട്ടായികൾ കിട്ടും. ആ മുട്ടായാലും കുറച്ച് മേടിക്കണം എന്ന് ഒപ്പം പറഞ്ഞു. അതുകൊണ്ട് അത് മുട്ടായാലും മേടിക്കണം. ഓക്കെ, വലിച്ചു നീട്ടുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വിവേകാനന്ദ പാറയിലോട്ട് പോകാനുള്ള തിരക്കാണിത്. ക്യൂ ഉണ്ട്. ക്യൂ അവിടെ വരെ കിടപ്പുണ്ട്. ക്യൂ ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ച സ്ഥലമാണ് APR ദോശ കോർണർ. അടിപൊളി ദോശയായിരുന്നു കേട്ടോ. ഇതാണ് സ്ഥലം, APR ദോശ കോർണർ. ഇന്ന് നല്ല തിരക്കുണ്ട് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ സാറ്റർഡേ ആണ്, അതുകൊണ്ടായിരിക്കും. ഇവിടെ കുറച്ച് കടകളിൽ മാത്രമേ ഗൂഗിൾ പേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ലിക്വിഡ് ക്യാഷ് കയ്യിൽ കരുതിയിരിക്കണം. ചിലയിടത്തൊക്കെ ഗൂഗിൾ പേ ഉണ്ടെങ്കിലും അവർ കാശ് തന്നെ ചോദിക്കും. ഗൂഗിൾ പേ വർക്കാവുന്നില്ലെന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് കാശ് കരുതിയിരിക്കുക. പ്രത്യേകിച്ച് ഷോപ്പിങ്ങിനൊക്കെ ആണെങ്കിലും മിക്ക കടകളിലും ഗൂഗിൾ പേ ഇല്ല. ഭൂരിഭാഗവും നോർത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. മുംബൈ ധാബ, ദില്ലി പഞ്ചാബി ധാബ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആര്യക്കും ജാനുവിനും പൂരി മസാല. വസു ദോശയാണ്. ഞാനെന്താ പൂരി മസാല. എന്താ വലിയ പൂരി, വട, പിന്നെ കിഴങ്ങ് കറി. ഇതിൻ്റെ കൂടെയും ചമ്മന്തി സാമ്പാറൊക്കെ കിട്ടും കേട്ടോ. ചമ്മന്തി മാത്രം മതി, സാമ്പാർ വേണ്ട. നമ്മളിപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷൻ എതിർവശമുള്ള ഹോട്ടൽ വിശ്വയിലാണ്. ഞാൻ ഇവിടുത്തെ ATM തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. ആ ജംഗ്ഷനിലൊന്നും ATM ഇല്ല. കുറച്ച് ഇങ്ങോട്ട് വരണം. കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ ത്രിവേണി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ് ATM. പിന്നെ ഫുഡിനെ പറ്റി പറയാം. രാവിലെ കഴിച്ച ഫുഡ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. ബട്ട് ടേസ്റ്റ് വൈസ് കുറച്ച് ഉപ്പൊക്കെ കുറഞ്ഞായിട്ട് തോന്നി. ഞാൻ ഈ എല്ലാത്തിൻ്റെയും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ബുക്കൊന്നും ചെയ്ത് വരണമെന്നില്ല. ഇവിടെ ഒരുപാട് ഹോട്ടൽസ് അവൈലബിൾ ആണ്. 2 സൈഡും, ഇടതും വലതും എല്ലായിടത്തും ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. റൂമൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുക്കുക. ATM എത്തി.
TTR റെസിഡൻസി, അതിൻ്റെ ഫ്രണ്ടിലാണ് ATM, നമ്മുടെ ആ ജംഗ്ഷനൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട്. ഓക്കെ, TMB ബാങ്കിൻ്റെ ATM ആണ്, തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്. ഓക്കെ, ഇതാണ് നമ്മൾ കയറിയ ഹോട്ടൽ വിശ്വ. ഇതിൻ്റെ അടുത്ത് വേറെ ഹോട്ടൽസ് ഉണ്ട്, ഹോട്ടൽ സണ്ണ്, പിന്നെ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. നമ്മുടെ ആ ജംഗ്ഷൻ, ആ ബീച്ച് എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് പോലീസ് സ്റ്റേഷനൊക്കെ. കുറച്ച് പണ്ടത്തെ മുട്ടായികളാണ്, അതായത് ഇഞ്ചി മിഠായി, പിന്നെ പണ്ടത്തെ പൈസ മുട്ടായി ഒക്കെ. എന്താ കണ്ട വെറൈറ്റി മുട്ടായികളാണ്. സിഗരറ്റ് പോലത്തെ ഒരു മുട്ടായി, കുൽഫി പോപ്പ്, കൊള്ളാം. ഗോൾഡ് ബിസ്ക്കറ്റാണ് തോന്നുന്നു. പണ്ട് നമ്മളെ നാട്ടിൻപുറത്തെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന മുട്ടായിയാണിത്. ഞാൻ കൊച്ചിലൊരോട് കഴിച്ചിട്ടുണ്ട്. ജംസ് പോലെയൊക്കെ ഇരിക്കും. ഏതാ വേഫർ പോലത്തത്, നാരങ്ങ മുട്ടായി, ജെല്ലി, എന്തോ മേടിക്കാലോ. കണ്ണിൻ്റെ ഷേപ്പിൽ വരെ മുട്ടായി ഉണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ജംസിൻ്റെ അപരൻ പുളിമുട്ടായി നമ്മുടെ കടയിലുണ്ട്. ഇപ്പോൾ എല്ലാം 20 രൂപയേ ഉള്ളൂ. തേങ്ങാ മിഠായി എല്ലാത്തിനും 20 രൂപയൊക്കെ ഉള്ളൂ. ഇവിടെ കീ ചെയിനിലും മോതിരത്തിലെല്ലാം നിങ്ങളുടെ പേര് എഴുതി തരും. പേരോ എന്താണോ നമുക്ക് വേണ്ടത് അത് എഴുതി തരും. ഈ മോതിരത്തിൽ എഴുതാൻ 40 രൂപയാണ്. പിന്നെ അരിമണിയിൽ എഴുതി തരും, അതിന് 50 രൂപ. അപ്പോൾ ആരി എടുത്തിട്ടുണ്ട് ഒരു മോതിരം, ഞാൻ എടുത്തിട്ടുണ്ട്. ബസ്സുവിന് വേണ്ടിയിട്ട് ആ മോതിരം സെലക്ട് ചെയ്യാണ്. ത്രിവേണി സംഗമത്തിനടുത്താണ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. നമ്മൾ മുട്ടായി മേടിച്ച ഷോപ്പ് ഇതാണ്. ഇവിടെയാണ് പേര് എഴുതുന്നത്. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ 3 റിങ് എടുത്തിട്ടുണ്ട്. ഒന്നില് ആരവെന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ വസു ജാനു. യോ ഗായ്സ്, അങ്ങനെ നമ്മളിതാ റൂമിൽ തിരിച്ചെത്തി. കണ്ടോ, പുതിയ റൈബൻ ഗ്ലാസ്. പൈസ നോക്കിയില്ല, വെറും 50 രൂപ. ഞാൻ നമ്മളെ ഈ ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ കണ്ണാടി 100 രൂപ 150 രൂപയ്ക്കാണ്. പക്ഷേ ഇവിടെ 50 രൂപയേ ഉള്ളൂ. ഇവിടെ ഇതിന് മാത്രമല്ല, പല കാര്യങ്ങൾക്കും ഇവിടെ റേറ്റ് കുറവാണ്. ഡ്രസ്സ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളാണെങ്കിലും, പിന്നെ ആക്സസറീസ് ആണെങ്കിലും വളരെ റേറ്റ് കുറവാണ്. ജാനുവിന് ചെറിയൊരു ബാഗ് മേടിച്ചു, ഒരു 30 രൂപയേ ഉള്ളൂ. അപ്പോൾ ഷോപ്പിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കന്യാകുമാരി ബെസ്റ്റ് സ്പോട്ടാണ്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. അല്ലാതെ ഇവിടെ കാണാൻ എന്താണ്, ബീച്ചാണ്. പിന്നെ ഇവിടെ ഒരു ഗാന്ധി മണ്ഡപമുണ്ട്, പിന്നെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അവിടെ കയറ്റി വിടുമെന്ന് അറിയില്ല. നമ്മൾ രാത്രിയാണ് ശരിക്കും ലൈറ്റ് ഹൗസ് കണ്ടുപിടിച്ചത്. നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു. ഫ്രണ്ടിലല്ല, ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ലൊക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഏതൊക്കെ ഹോട്ടലുണ്ട് എന്നൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഷോപ്പിംഗ്. അപ്പോൾ ഷോപ്പിങ്ങിന് പറ്റിയ ഇടമാണ്. നല്ല ചീപ്പായിട്ട്, വളരെ ക്വാളിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ബട്ട് ചീപ്പ് റേറ്റിന് പല സാധനങ്ങളും നിങ്ങൾ കിട്ടും. കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും പല സാധനങ്ങളും കിട്ടും. നമ്മുടെ മോതിരമൊക്കെ കണ്ട. ഓക്കെ, ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നേരെ തൃപ്പരപ്പ് അല്ലെങ്കിൽ തൊട്ടിപ്പാലം. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് തൊട്ടിപ്പാലം ചിലപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് നേരെ തൃപ്പരപ്പ് പോവും. ഇതിനിടയിൽ നാഗർകോവിൽ ഇറങ്ങി ഫുഡ് കഴിക്കാനാണ് വീണ്ടും വിചാരിക്കുന്നത്. പക്ഷെ വിശക്കുന്നൊന്നുമില്ല. കുറച്ച് മുൻപേലടാ നമ്മൾ കഴിച്ചത് പൂരിയൊക്കെ. ഓക്കെ, 12 മണിക്ക് പിന്നെ ഇവിടെ നിന്ന് എന്തായാലും ചെക്കൗട്ട് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഇനി ബാക്കിയെല്ലാം പിന്നീട്. നമ്മൾ താമസിച്ച ഹോട്ടലിൻ്റെ ടെറസാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അടിപൊളി, രക്ഷയില്ല. ബോട്ടിൽ കയറാനുള്ള ക്യൂ ആണിത്. ഇതെല്ലാം വളരെ അടുത്ത് കാണാം. ഇവിടെ ഒരു കുളമുണ്ട്, ഒക്കെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പോയ സ്ഥലമാണ് ഇതൊക്കെ.
അതാണ് ഗാന്ധി മണ്ഡപം. ഇന്നലെ വാങ്ങിച്ച ബൈനോക്കുലറാണ്. എങ്ങനെയുണ്ടാ? ആ ബോട്ട് പോണം. ജാനു ഓഫായി. നമ്മളിപ്പോൾ നാഗർകോവിലുള്ള റിലയൻസ് മോളിൽ നിൽക്കുകയാണ്. ഫുഡ് കഴിക്കാനാണ് വന്നത്. പക്ഷേ ഇവിടെ ഫുഡ് കോർട്ട് അങ്ങനെയൊന്നുമില്ല. താഴെ ഒരു ഐസ്ക്രീം പാർലർ പിന്നെ ടീ കൗണ്ടറൊക്കെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നമ്മുടെ ജിയോ മാർട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ബൈ 1 get 1, ബൈ 4 get 1. ഒരുപാട് ഓഫറുകളുണ്ട്. ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ തൃപ്പരപ്പിലോട്ടാണ് പോകുന്നത്. ജാനുവിന് സുഖം ഉറക്കം. പിന്നെ വരുന്ന വഴിക്ക് ജാനുവിനൊരു പാവയൊക്കെ മേടിച്ചു. ജാനു ആ പാവയെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് കിടന്നങ്ങ് ഉറങ്ങി. രണ്ട് സൈഡിൽ ഒരുപാട് ഫാൻസി കടകളുണ്ട്. റാണി ഇത് സാധാ മടിയൻ കുറവാണ്. മുട്ട